ഹലോ, ഞാൻ റിജി. റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസ് ഇറ്റ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CSET പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസിൽ ബയോളജി. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ടേബിൾ 1.34 ലിസ്റ്റ് ഓഫ് സം പ്രൊട്ടക്റ്റഡ് ഇന്ത്യൻ വൈൽഡ് ലൈഫ്. ടേബിൾ 1.34 ലിസ്റ്റ് ഓഫ് സം പ്രൊട്ടക്റ്റഡ് ഇന്ത്യൻ വൈൽഡ് ലൈഫ്. മമ്മൽസ്. 1 ബാരൽ ഓയിസ്. ഒരു കാര്യം ഞാൻ പറയാണ്, ഇതിലും അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. എന്തായാലും അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരെയാണെങ്കിൽ. നമ്മൾ നോക്കിയിട്ടില്ല, നേരത്തെ ഞാൻ വായിച്ച് നോക്കിയില്ല. എന്നാൽ ഏകദേശം നമ്മൾ ഇതിനു മുന്നേ ക്ലാസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു സ്റ്റൈൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എന്തായാലും തെറ്റുകൾ വരും, എന്തായാലും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദയവേത് നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ലിസ്റ്റ് ഓഫ് സം പ്രൊട്ടക്റ്റഡ് ഇന്ത്യൻ വൈൽഡ് ലൈഫ്. മമ്മൽസ്. ലിസ്റ്റ് ഓഫ് സം പ്രൊട്ടക്റ്റഡ് ഇന്ത്യൻ വൈൽഡ് ലൈഫ്. മമ്മൽസ്. 1 ബരായി ഓയിസ് നാഹുര ചിങ്കാര ഓർ ഇന്ത്യൻ ഗസൈൽ ഗസല ബെനിറ്റി. 1 ബരായി ഓയിസ് നാഹുര ചിങ്കാര ഓർ ഇന്ത്യൻ. സോറി ട്ടാ, നമ്മുടെ ഓർഡർ തെറ്റിപ്പോയത്. ഇങ്ങനെയല്ല വായിക്കേണ്ടത്. 1 2 3 4 5 പിന്നെ 6 അടുത്ത ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ വായിക്കും. ഇതിൽ പറഞ്ഞേക്കണ പോലെ തന്നെ ഞാൻ നേരെ വായിച്ചു പോയി. ഒരിക്കൽ കൂടി പറയാണ്. ടേബിൾ 1.34 ലിസ്റ്റ് ഓഫ് സം പ്രൊട്ടക്റ്റഡ് ഇന്ത്യൻ വൈൽഡ് ലൈഫ്. മമ്മൽസ്. 1 ബരാൽ ഓയിസുനാഹുര. 1 ബരാൽ ഓയിസുനാഹുര. 2 ബീസൺ ഓർ ഗോർ ഓർ മിദും ബോസ് ഗാറൂസ്. 3 ബ്ലാക്ക് ബക്ക് ആൻഡലോപ്പ് സെർവിക്കേപ്ര. 4 കേപ്ഡ് ലാഗൂർ പ്രസ്ബൈറ്റീസ് പൈലിറ്റസ്. 5 കാരാക്കൽ ഫെലിസ് കാരാക്കൽ. 6 ചിങ്കാര ഓർ ഇന്ത്യൻ ഗസല ബെനീറ്റി. 7 ചിറ്റാൽ ആക്സിസ്. 8 ക്ലൗഡഡ് ലിപ്പേർഡ് നിയോഫിലിസ് നെബുലോസ. 8 ക്ലൗഡഡ് ലിപ്പേർഡ് നിയോഫിലിസ് നിബുലോസ. 9 ക്രാബ് ഈറ്റിംഗ് മാക്യു മക്കേക്ക ഐറസ് അംബ്രോസ. 9 ക്രാബ് ഈറ്റിംഗ് മാക്കേക്യു മക്കേക്ക ഐറസ് അംബ്രോസ. 9 ക്രാബ് ഈറ്റിംഗ് മാക്കേക്യു മക്കേക്ക ഐറസ് അംബ്രോസ. പിന്നെ നേരത്തെ തന്നെ ബാലൻസ് ആണ് മമ്മൽസ്. 10 ഫിഷിംഗ് കാറ്റ് ഫെലിസ് വിവേരിന. 11 ഫ്ലൈയിങ് സ്ക്വറൽസ് പിറ്റായുറിസ്റ്റ യുപെറ്റാറുസ് ബെലോമിസ് ഹൈലോപെറ്റിസ് ഓൾ സ്പീസീസ്. 11 ഫ്ലൈയിങ് സ്ക്വറൽസ് പെറ്റായുറിസ്റ്റ യുപെറ്റാറുസ് ബെലോമിസ് ഹൈലോപെറ്റിസ് ഓൾ സ്പീസീസ്. 11 flying squirrels Petaiurista Eupetarus Velomis Hylopetis all species. Flying squirrels Petaiurista Eupetarus Velomis Hylopetis all species. 11 flying squirrels Pitaruista Eupetarus Velomis Hylopetis all species. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവായി ക്ഷമിക്കുക. ചില വേർഡ്സുകൾ നമ്മൾ സ്പോട്ടിൽ പറഞ്ഞ പോലെ ശരിയാവില്ല, അതുകൊണ്ട് പറയുന്നതാണ്.
അടുത്തത് 12 ഫോർ ഹോണഡ് ആൻറ്റലോപ്പ് ടെട്രാ ടെട്രാസിറോസ് ക്യോഡ്രികോർണീസ്. 12 ഫോർ ഹോണഡ് ആൻറ്റലോപ്പ് ടെട്രാസിറോസ് ക്യോഡ്രികോർണീസ്. 13 ഗാൻജറ്റിക് ഡോൾഫിൻ പ്ലേറ്റിനിസ്റ്റ ഗാൻഗിറ്റിക്ക. 14 giant squirrels Ratufa macroura are indica are bicolor. 15 golden cat Felis timinici. 16 golden lagur Presbytis v. 17 gorals Nimorhydus goral and Hodsgusoni. 17 gorals Nimorhydus goral and Hodsgusoni. 17 gorals Nimorhydus goral and Hodsgusoni. 18 Himalayan black bear Silanctos dibitanus. 18 Himalayan black bear Silanctos dibitanus. 19 Himalayan brown bear Ursus arctos. 20 Himalayan ibex Capra ibex. 21 Himalayan Crustulus porcupine. Hystrix Hodsgusoni. Himalayan Crustulus porcupine. Hystrix Hodsgusoni. Himalayan Crustulus porcupine. Hystrix Hodsgusoni. 23 Hispid hare Caprolagus hispidus. 24 Hulock or gibbon Hylobates hulock. 25 Hyena. 26 Indian elephant Elephas maximus. 27 Indian lion Panthera leopersica. Indian lion Panthera leopersica. Indian pangolin Manis crassicaudata. 29 Indian wild asses Equus heminus poor. Indian wild ass Equus heminus core. 30 Indian wolf Canis impus. 31 Kashmir Steigur hangul Cirrus elephas hanglu. 32 leopard or panther Panthera pardus. 33 leopard cat Felis bengalensis. Leopard cat Felis bengalensis. 34 lesser or red panda Ailurus fulgens. 35 lion-tailed macaque Macaca silnus. 36 Loris tardigradus. Loris tardigradus. 37 Malabar civet Vivera megaspila. 38 Marcur Carpra falconry. 39 musk deer Moscus mosciferus. 40 Nilgai Boslephus tragocamelus. 41 Nilagiri langur Presbytis johini. 42 Nilagiri dahar Hemitragus hyloocris. Nilgiri dahar Hemitragus hylocrius. 43 otters Lutra L perspicillata. Anonyx cinera.
ഓട്ടസ് ലൗറ ലൂട്ര എൻ പെർസ്പിക്കിലേറ്റ എനോയിക്സ് സിനേറ 44 പാലാസ് കാറ്റ് ഫെലിസ് മാനുൽ 45 പിഗ് ടൈലേഡ് മക്കേക്ക നിമിസ്ട്രീന 46 പിഗ്മി ഹോഗസസ് സെൽവാനിയസ് 47 റെഡ് ഫോക്സ് വൾപ്സ്. അപ്പൊ സോറി പറയണേ, ഞാൻ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി. 48 മുതൽ നമുക്ക് ഇനി തുടങ്ങണം. അപ്പൊ ദയവേത് ക്ഷമിക്കുക എന്നേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ 48 മുതൽ തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ അത്രയും പറയേണ്ട കാര്യമുള്ളൂ, കാരണം ഇതൊരു ചെറിയൊരു വീഡിയോ അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇതും കൂടി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഈ ഒരു ടേബിൾ പോലത്തെ ഒരു അവസ്ഥ ആണ് ഇനി വരുന്നത്. റിപ്ലൈസ് വരുന്നുണ്ട്, ബേർഡ്സ് വരുന്നുണ്ട്, ഇതുവരെ വരുന്നുണ്ട്. പിന്നെ ഒരു ടോപ്പിക് കൂടി ഞാൻ പറയണേ ഏതായാലും. അത് പറഞ്ഞിട്ട് പിന്നെ വരുന്നത് ടേബിൾ 1.35 സം വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്സ് ഓഫ് ഇന്ത്യ. കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ഇപ്പൊ തന്നെ അടുത്ത വീഡിയോ തുടങ്ങും. അപ്പൊ നമുക്കിപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും അത്യാവശ്യം ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും. അപ്പൊ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണം. എന്തായാലും നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുക, ക്യാമറയുടെ ക്ലാരിറ്റി ഇല്ലെന്നും വെച്ചുകൊണ്ട്. കാരണം ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത്, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ടൈം ഇല്ല, ഒന്നാമത്തെ കാര്യം. കാരണം ഒരുപാട് ടോപ്പിക്സുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്തേനെ. കാരണം ഏകദേശം ഒരു 10-20 മിനിറ്റോളമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ. അതിൽ കൂടെ ഉണ്ടാകാൻ വഴിയില്ല, കാരണം നമ്മൾ അത്ര നേരം ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഒരു 25 അത്രയൊക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 2:30-ക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ തുടങ്ങിയത് തന്നെ. ഇപ്പം 3 മണി ആയിട്ടുള്ളൂ. അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇതിപ്പോൾ ഇടയ്ക്ക് ഈയിടെയായിട്ട് ഇതുപോലെ ക്യാമറയുടെ ക്ലാരിറ്റി പോവാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഒരു വളരെ വേഗത്തിലായിപ്പോയി ക്യാമറയുടെ ക്ലാരിറ്റി പോയത്. അതുകൊണ്ടാണ് നമ്മളിത് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചാൽ കുറേ കൂടി ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്. ഇത് കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഞാൻ പറഞ്ഞതിൽ നല്ലപോലെ തെറ്റ് വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് പ്രത്യേകമായിട്ട് ഞാൻ ക്ഷമിക്കണം എന്നുള്ളത് പറയാണ്. ഓൾറെഡി നമ്മൾ പറയുന്നതാണ്, റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ കമൻസും കാര്യമൊക്കെ നമ്മൾ തെറ്റായത് ഒഴിവാക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും നമ്മളത് എന്തായാലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും എൻ്റെ ഭാഗത്തു നിന്നുള്ളത് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയണമെന്ന് മാത്രം. പിന്നെ ഇത് അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതും നിങ്ങൾ ദയവേദി ഈ ബേർഡ്സുകളൊക്കെ ശ്രദ്ധിക്കുക. അതുണ്ടല്ലേ, ഇപ്പോൾ ഓരോന്നിൻ്റെയും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സ് ആണ് എല്ലാം. ഞാനിത് കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല, നമ്മൾ നേരെ തന്നെ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. സാധാരണ നമ്മളിത് ഇതിന് മുന്നേ ചെയ്ത വീഡിയോസ് കുറേയൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ട്. എല്ലാ വീഡിയോസും നമ്മൾ മിക്കതും കുറേ നാളുകളായിട്ട് എഡിറ്റ് ചെയ്യാറുണ്ട്. ഈ വീഡിയോ നേരെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാണ്. പിന്നെ നമുക്ക് പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് സോറി നമ്മൾ പറഞ്ഞ തെറ്റിപ്പോയി. ഞാൻ കാണാപ്പാടം പഠിച്ച് പറയണ പോലെ ആയിപ്പോയി. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞ കാര്യം നമ്മൾ ഒരിക്കൽ കൂടി പറയണമെന്നുള്ളൂ. എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് പ്രത്യേകം ചെക്ക് ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ശ്രദ്ധ അങ്ങ് മാറിപ്പോയി, അതാ പറ്റിയത്. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റ് വരെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കണം. ഇനി കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ചെറിയ വീഡിയോ അല്ലേ. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഈ വീഡിയോ നമ്മൾ പകലാണ് ചെയ്യുന്നത്, കാരണം നമ്മൾ രാത്രി അപ്ലോഡ് ചെയ്ത വീഡിയോസും കുറേ അപ്ലോഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ ഈ കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇന്നിപ്പം 3-ാം തീയതിയാണ്, 3/5/2024. ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്യും വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് CCTക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപകാരപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ രാത്രി വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം തന്നെ നമ്മൾ അടുത്ത വീഡിയോ തുടങ്ങും, കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ തന്നെ.
ഇപ്പം ഈ 2 വീഡിയോ നമ്മൾ പകൽ തന്നെ ആയിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് രാത്രി നമ്മൾ വീഡിയോ എടുക്കും എന്തായാലും അധികം വൈകാതെ തന്നെ, അല്ലെങ്കിൽ ഇതൊന്നും തീരില്ല. സമയമില്ലാത്തതുകൊണ്ട് തീരാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ക്ലാരിറ്റി പ്രശ്നമുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ദയവേദിട്ടൊക്കെ ക്ഷമിക്കുക, സഹകരിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു അവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാവണമെന്നില്ല. കാരണം ഞാൻ നിങ്ങളുടെ സൗകര്യം നോക്കിയാണ് കൂടുതലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിക്ക് നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നതും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സഹകരിക്കുക എന്നേ പറയാൻ നമുക്ക് സാധിക്കുള്ളൂ. എന്തായാലും ഇപ്പം തന്നെ നമ്മൾ പുതിയ വീഡിയോ എന്തായാലും ആരംഭിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.